നമസ്കാരം എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് പേര് OnePlus എന്ന ബ്രാൻഡിൻ്റെ എല്ലാ ഫാൻസും എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വീക്കാണിത്. കാരണം നാളെ 14-ാം തീയതി നാളെയാണ് OnePlus 7 ലോഞ്ച് ചെയ്യുന്നത്. ബാംഗ്ലൂർ വെച്ചിട്ടാണ് ലോഞ്ച്. ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ലോഞ്ച് ഇവൻറ്റിൻ്റെ വീഡിയോസും ലോഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ നാളെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പീക്സ് ഞാൻ അതിനകത്ത് തന്നെ തരാം. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക. അപ്പോൾ എനിക്ക് പറ്റാവുന്ന രീതിയിൽ എനിക്ക് പറ്റുകയാണെങ്കിൽ നാളെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. എന്തായാലും ആ ഒരു ഇവൻറ്റും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നല്ല ലേറ്റാകും. എന്തായാലും എഡിറ്റ് ചെയ്ത് വരുന്ന സമയത്ത് കുറച്ച് ടൈം എടുക്കും തോന്നുന്നു. എന്നാലും ലേറ്റ് നൈറ്റ് ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ OnePlus 7 പ്രീ ബുക്ക് ചെയ്യണോ അതോ OnePlus 60 എടുക്കുന്നതാണോ നല്ലത്? കാരണം OnePlus 7 ഇറങ്ങുന്ന സമയത്ത് 60യുടെ പ്രൈസ് ഡ്രോപ്പ് ആവും. ആ സമയത്ത് 60 എടുക്കുന്നതാണോ നല്ലത്? ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് ഒരുപാട് ഫോൺ കോൾസും വരാറുണ്ട്. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയുടെ മെയിനായിട്ടുള്ളൊരു കണ്ടൻറ്റ് അല്ലെങ്കിൽ മെയിൻ ഒരു കണ്ടൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ OnePlus 7 നാളെ ലോഞ്ച് ആവുന്ന സമയത്ത് നാളെ തന്നെ പ്രീ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഡിവൈസ് നിങ്ങൾക്ക് കിട്ടും, ആദ്യം നിങ്ങൾക്കായിരിക്കും കിട്ടുക. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്രീ ബുക്ക് ചെയ്യണോ അതോ 60 ആണോ ഓർഡർ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ആ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് എക്സ്പെക്റ്റഡ് സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണ് OnePlus 7 വരാനായിട്ട് എക്സ്പെക്റ്റ് അല്ലെങ്കിൽ ഓവറോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഏതൊക്കെ സ്പെസിഫിക്കേഷൻസ് ആയിരിക്കും വരുമെന്ന് വെച്ചിട്ടൊരു എക്സ്പെക്റ്റഡ് സ്പെസിഫിക്കേഷൻ ഉണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ പ്രൊസസ്സർ വെച്ചിട്ട് നോക്കുന്ന സമയത്ത് ഒക്ടാകോർ ക്വാൽക്കം സ്നാപ്ഡ്രാഗൺ 855 ഒക്ടാകോർ പ്രൊസസ്സറാണ് അതിനകത്ത് വരുന്നത്. ഏറ്റവും ഹൈലൈറ്റഡ് പാർട്ടായിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ്. ഇൻഫിനിറ്റി ഡിസ്പ്ലേ, അതായത് ഒരു നോച്ചോ ഒന്നും തന്നെ ഇല്ലാത്തൊരു പുതിയ ഡിസ്പ്ലേ. അതായത് OnePlus ഇതുവരെ കൊണ്ടുവന്നതിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച ഡിസ്പ്ലേ എന്ന് അവർ അവകാശപ്പെടുന്ന ഒരു സാധനമാണ് വരുന്നതെന്നാണ് പറയുന്നത്. 48 മെഗാ പിക്സലിലെ അപ്പറേച്ചർ 1.7 വരുന്ന ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക എന്നാണ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. ബാറ്ററിയുടെ കാര്യം സംസാരിക്കുന്ന സമയത്ത് കുറേ പേര് പറയുന്നുണ്ട് 4100 mAh ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. കുറേ വെബ്സൈറ്റ്സിൽ പറയുന്നുണ്ട് 3700 mAh ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് ഏതായിരിക്കും എന്ന് നമുക്ക് ഒരു ഉറപ്പില്ല. അത് നാളത്തെ ലോഞ്ച് ഇവൻറ്റ് കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ബാറ്ററിയുടെ കാര്യത്തിൽ നമുക്കൊരു ഉറപ്പില്ലാത്തതുകൊണ്ട് അത് ഞാൻ വിടുകയാണ്. പിന്നീടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാമിൻ്റെ കാര്യം എന്ന് പറയുന്ന സമയത്ത് 6GB ഒരു റാം 6GB വേരിയൻ്റ് ആണ് റാമിൻ്റെ അകത്തും വരുന്നത്. ഇതെന്തുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ആലോചിക്കാം, ഇതെന്തുകൊണ്ട് അവർ OnePlus 7 ഇങ്ങനെ ഒരു സ്പെസിഫിക്കേഷൻ കുറച്ച് കുറവല്ലേ നിങ്ങൾക്ക് തോന്നിക്കാണാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ OnePlus 7 Pro ഇറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു മുൻകരുതലാണ് അതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ സ്പെസിഫിക്കേഷൻ ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ ആയിരിക്കും മോസ്റ്റ്ലി അറൗണ്ട് ഇതിൻ്റെയൊക്കെ അടുത്തായിട്ടൊക്കെ വരും. എല്ലാ സ്പെസിഫിക്കേഷൻസും അറൗണ്ട് സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്, നിങ്ങൾ OnePlus 60 ആണോ പ്രൈസ് ഡ്രോപ്പിൽ എടുക്കേണ്ടത് അതോ OnePlus 7 എടുക്കണോ? പൈസ കുറച്ചുകൂടി ഇട്ട് OnePlus 7 എടുക്കണം. നോർമലി OnePlusൻ്റെ OnePlus സീരീസ് വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഫോണ് ചൂസ് ചെയ്യേണ്ട കുറച്ച് സിസ്റ്റം ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ ഒരു സിസ്റ്റമാണ്. ഇപ്പോൾ OnePlus 6 വന്നു കഴിഞ്ഞ സമയത്ത് എല്ലാവരും OnePlus 6 എടുത്തു. OnePlus 6 കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരുപാട് പേര് OnePlus 60 വന്ന സമയത്ത് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി, OnePlus 6 എടുക്കണോ OnePlus 60 എടുക്കണോ എന്നുള്ളത്. അപ്പോൾ പൈസ കുറച്ചുകൂടി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്, പൈസ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും OnePlus 6 തന്നെ എടുക്കാം. കാരണം OnePlus 60ൽ കിട്ടുന്ന പല ഫീച്ചേഴ്സും 6ലും കിട്ടും. അങ്ങനെയായിരിക്കും അവർ കൊണ്ടുവരിക. കാരണം 6 ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ട് 60ലെ എല്ലാ ഫീച്ചേഴ്സും ഇതിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അങ്ങനെയാണ് ഇത്രയും നാൾ നടന്നു വന്നത്. അപ്പോൾ പക്ഷേ നമ്മൾ ആ ഒരു സിസ്റ്റം തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലത്തെ സിസ്റ്റം നമുക്ക് ഒരു സീരീസിൻ്റെ പുതിയത് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം OnePlus 5Tയിൽ നിന്ന് 6 ഒരുപാട് വ്യത്യാസമുണ്ട്. അതൊരിക്കലും നമുക്ക് OnePlus 6ലെ എല്ലാ സ്പെസിഫിക്കേഷൻസും ആ ഒരു ഡിസൈനും കാര്യങ്ങളൊന്നും നമുക്ക് 5Tയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. 5Tയിൽ നിന്ന് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ 6Tയിൽ നിന്ന് 7 ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഗോ ഫോർ OnePlus 7. കാരണം OnePlus 7 എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ OnePlus 7 Pro വരുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള പല ഫീച്ചേഴ്സും നിങ്ങൾക്ക് OnePlus 7 കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനി 60 എടുക്കണം, അല്ലെങ്കിൽ അത്ര പൈസയേ ഉള്ളൂ, ഇനി പൈസ ഇടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് 60ലേക്ക് പോവാം. പക്ഷേ അത് ഒരു സീരീസിൻ്റെ എൻഡ് ആയതുകൊണ്ട് തന്നെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരും. എന്നാലും
ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ഡിവൈസ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് OnePlus 7 പോകാനായിട്ടാണ്. OnePlus 7 ഈ ഒരു ലോഞ്ച് ഇവൻറ്റിൻ്റെ സമയത്ത് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്, ഒരുപാട് ക്യാഷ് ബാക്സ് ഓഫേഴ്സ് ഉണ്ട്, ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനുള്ള ആൻസറാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഒരു സീരീസിൻ്റെ പുതിയത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ പഴയ സീരീസിലേക്ക് പോകരുത്. പക്ഷേ ഒരു സീരീസിൻ്റെ തന്നെ വേറൊരു വേർഷൻ, പ്ലസ് വേർഷൻ അല്ലെങ്കിൽ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ വരുന്ന സമയത്ത് നമുക്ക് ലോവസ്റ്റ് അല്ലെങ്കിൽ ആദ്യത്തെ വേർഷനിലേക്ക് പോകാം. അത് വേറെ വിഷയമില്ല. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക, എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. എല്ലാ കാര്യങ്ങളും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. ബൈ, താങ്ക് യു.